അഫ്ഗാനിസ്ഥാനിൽ ഒരു തരി മണ്ണ് നുള്ളിയിടാൻ പാകിസ്ഥാൻ മുതിർന്നാൽ ഇന്ത്യയുടെ ആയുധങ്ങൾ സംസാരിക്കും. അതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക പ്രതിനിധി ഇപ്പോൾ ഡൽഹിയിൽ ചുമതലയേറ്റു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുമായി താലിബാൻ കൂടുതൽ അടുത്തതോടുകൂടി തന്നെ ബന്ധം ഇരട്ടി ശക്തമാവുകയാണ് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നത്. എന്നാൽ ഇത് പാകിസ്ഥാനിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. വർഷങ്ങളായി തന്നെ അഫ്ഗാനിസ്ഥാൻ അവിടെ വലിയ രീതിയിൽ കൂത്ത് കാണുന്ന ഒരു വെറും കളിപ്പാവയെ പോലെ മാത്രമാണ് ഇവർ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് പാകിസ്ഥാന് വ്യക്തമായൊരു മറുപടി തന്നെയാണ് ഇന്ത്യയിലൂടെ താലിബാൻ നൽകിയിരിക്കുന്നതും. എന്നാൽ ഇത് പാകിസ്ഥാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യ അഫ്ഗാൻ ബന്ധം ദൃഢമാകുന്നത് കണ്ടു നിൽക്കാനാകാതെ തന്നെ പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി ഇപ്പോൾ വലിയ രീതിയിലാകട്ടെ വിഷം തുപ്പുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പണം വാങ്ങി പാകിസ്ഥാനിൽ സ്ഫോടനം നടത്തുന്നത് എന്ത് തരം ഇസ്ലാമാണ് എന്നതായിരുന്നു വലിയ രീതിയിലുള്ള പ്രകോപനകരമായ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ സ്വന്തം നാട്ടിലെ 5000-ഓളം ഭീകരാക്രമണങ്ങൾ നിയന്ത്രിക്കാനാകാതെ തന്നെ പാകിസ്ഥാൻ ഇവിടെ വിയർക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ അവിടെ ഒറ്റപ്പെട്ടതിന്റെ നിരാശയാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത് എന്നതായിരുന്നു ശക്തമായ ഒരു വിമർശനമായി തന്നെ ഉയർന്നു വന്നത്. പാകിസ്ഥാൻ അതിർത്തികൾ അടയ്ക്കുകയും അഫ്ഗാൻ ജനതയെ പട്ടിണിക്കിടുകയും ചെയ്തപ്പോൾ ഇന്ത്യ ആകട്ടെ ഗോതമ്പും മരുന്നുകളും വാക്സിനുകളും നൽകി അവരെ സഹായിക്കുകയാണ് ചെയ്തത്. ചബഹാർ പോർട്ട് വഴി തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാരം അഫ്ഗാൻ കൂടുതലായി തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2025 ഒക്ടോബറിൽ അഫ്ഗാന്റെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയായി തന്നെ ഇന്ത്യ മാറുകയാണ് ചെയ്തത്. പാക് മരുന്നുകളുടെ ആ നിരോധനത്തെ തുടർന്നുകൊണ്ട് ഇന്ത്യൻ മരുന്നുകൾക്ക് അഫ്ഗാനിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതും. തെക്കൻ ഏഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക പ്രതിനിധി ഡൽഹിയിൽ ചുമതലയേൽക്കുകയാണ് ഉണ്ടായത്. താലിബാൻ ഭരണകൂടം നിയമിച്ച പുതിയ അംബാസിഡറായ മുഫ്തി നൂർ അഹമ്മദ് നൂർ കഴിഞ്ഞ ആഴ്ചയാണ് ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. ഇതോടുകൂടി തന്നെ വർഷങ്ങളായി തന്നെ പതിവായി അഫ്ഗാനെ കണ്ടിരുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ വിഷം ചീറ്റുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഇറാൻ ആനന്ദ് പ്രകാശുമായി തന്നെ നൂർ മുഹമ്മദ് അവിടെ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അവിടെ വലിയ വിസ നടപടികൾ ലഘൂകരിക്കുവാനും ചർച്ചയായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തികളിൽ അത് അടച്ചിടുന്നതോടുകൂടി തന്നെ പാക് വ്യാപാരികൾക്ക് പ്രതിമാസം $177 മില്യൺ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരം ഇന്ത്യ, ഇറാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ അവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നതായി തന്നെ താലിബാൻ തീരുമാനിച്ചത് പാകിസ്ഥാന്റെ നട്ടലൊടിക്കുന്ന തീരുമാനം തന്നെയായിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നടക്കുന്ന ക്രിയാത്മകമായ ഇടപെടലുകൾ അഫ്ഗാനിസ്ഥാനിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ചൈനയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ തന്നെ ഇന്ത്യയും താലിബാൻ പ്രതിനിധിയെ സ്വീകരിച്ചതോടുകൂടി തന്നെ മേഖലയിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഖനനം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ നിക്ഷേപം അവിടെ കൂടാനുള്ള സാധ്യതകളും ഇതിലൂടെ തന്നെ വ്യക്തമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.